ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് കുറച്ച് നാൾക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളത്തോട്ടാണ്. കോളം ജസ്റ്റ് കടലൊക്കെ കാണാനും ജസ്റ്റ് ചെറുതായിട്ട് ഇന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൈകിട്ടോടെ പോയി കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പം മോന് കടൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അവനെയും കൊണ്ട് നമ്മളിങ്ങനെ വൈകിട്ട് പോയതാണ്. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങി നിന്നിട്ടുണ്ട്. ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാറക്കുളം ഉണ്ട് കേട്ടോ. ഇത് ചുറ്റും ഇങ്ങനെ പാറകളാണ്, അതിനകത്തൊരു കുളം പോലെ നല്ല ആഴം കാണുമെന്ന് തോന്നുന്നുണ്ട്. ഇത് അന്ന് കണ്ടതുപോലെ തന്നെ ഇന്നും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പ്രൊട്ടക്ഷനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ വന്നു കോളത്തേക്ക് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. സൺഡേ ആണെന്ന് തോന്നുന്നു ഞങ്ങൾ പോയത്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ടായിരുന്നു. പിന്നെ സൺഡേ ആകുമ്പോൾ ലീവല്ലേ, അപ്പോൾ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പം ദൂരെ കണ്ടോ കടലാണുണ്ട്. ഇവിടെ കണ്ടപ്പോൾ തന്നെ മോൻ കടലെന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. വൈകിട്ടായതുകൊണ്ട് ചെറിയൊരു വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കടൽ നന്നായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഞങ്ങൾ കുറേ നാൾ മുന്നേ ആയിരുന്നു പോയിരുന്നത്. അപ്പോഴത്തേക്കും കടൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇതുവഴിയൊക്കെ ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ കടൽ ഒത്തിരി ഇങ്ങ് കയറി, ഒരുപാട് ഇങ്ങ് കയറിപ്പോയി കേട്ടോ. അപ്പോൾ കാലാവസ്ഥ അങ്ങനെ ഒരു കാലാവസ്ഥയായിരുന്നു നമ്മൾ ഇപ്പോൾ പോയപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഒരാൾ ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ടൊക്കെ ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഒന്ന് മറ്റേ ഈ മണ്ണൊക്കെ കോരി കളിക്കുന്നില്ലേ ആ ടോയ്. പക്ഷെ അത് വാങ്ങിയാലും ഇവിടെ ഇരുന്ന് കളിക്കാൻ വേണ്ടി സ്പേസ് ഒന്നുമില്ല കണ്ടോ. ഫുള്ള് കടലിങ് കയറിപ്പോയി. അങ്ങനെ മണ്ണലായിട്ട് അങ്ങനെ കളിക്കാൻ വേണ്ടി അകത്തിന് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് വാങ്ങിയില്ല കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് ഒരു ചോക്ലേറ്റ് വാങ്ങി, കിറ്റ്കാറ്റ് വാങ്ങി. അങ്ങനെ അതും കഴിച്ച് ഇങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. പിന്നെ അവൻ അടുത്ത കട ലക്ഷ്യമാക്കി പോവാണ്. ഇവിടെ ആണെങ്കിൽ ഇത് കണ്ടോ, ഈ ബബിളൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ഇതാണെങ്കിൽ സത്യം പറഞ്ഞാൽ വേസ്റ്റാണ്. ഇവനാണെങ്കിൽ ഊതാനും അറിയത്തില്ല. പിന്നെ അതങ്ങനെ ഇരുന്ന് ചീത്തായി പോവുകയും ചെയ്യും. അതുകൊണ്ട് വാങ്ങിയില്ല കേട്ടോ. പിന്നെ വേറെ പിള്ളേർ ബബിളൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ നന്നായിട്ട് കയറിയിട്ടുണ്ട്. കരയൊന്നും സംഭവമില്ല. അങ്ങോട്ട് ആരെയും ഇറങ്ങാനൊന്നും സമ്മതിക്കുന്നില്ല. കാര്യം അത്രയും മാത്രം ഭയങ്കര ക്രൂഷ്യലാണ്. ആ കടൽ കണ്ടോ, കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഞാനിപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. എവിടെ ആ 5 കാണിച്ചേ നോക്കട്ടെ. ആ 5 കാണിച്ചേ നോക്കട്ടെ. 5 കാണിക്കട്ടെ. 5 അങ്ങനെ അവൻ്റെ പരാതികളൊക്കെ പറയണം. അവന് കളിപ്പാട്ടമൊക്കെ വേണമെന്നാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ 5 JCB വേണം, 5 ലോറി വേണം എന്നൊക്കെ ഇങ്ങനെ ഓരോന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നടന്നപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് പിള്ളേർ ബബിൾ ഇങ്ങനെ മറ്റേ വലിയ ബബിളുണ്ടല്ലോ, അപ്പോൾ വലിയ ബബിൾ ഇങ്ങനെ വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ അത് കണ്ടിട്ട് ഓടി പിടിച്ച് കളിക്കുന്നുണ്ട് കണ്ടോ. അതിൻ്റെ പുറകെ പോയി അത് പിടിക്കുകയും പൊട്ടിക്കുകയൊക്കെ ചെയ്യാനായിട്ട് നോക്കിയായിരുന്നു. ആദ്യം പിന്നെ സങ്കടമായി കേട്ടോ. അവന് പറ്റുന്നില്ല, പൊട്ടിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളത് കണ്ടപ്പോഴത്തേക്ക് സങ്കടമായി. അപ്പോൾ ആ പിള്ളേർ അടുത്തോട്ട് വന്ന് അവന് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവൻ എത്താൻ കണക്കിന്. പിന്നെ അച്ഛനും അവനെ ഹെൽപ്പ് ചെയ്തു അത് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടോ. പക്ഷേ ഒന്നും അവൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനത് യൂസ് ചെയ്യാൻ അറിയത്തില്ലല്ലോ. ഇച്ചിരി കൂടെ വളർന്നിട്ട് വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് വാങ്ങിക്കൊടുത്തില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ പുറകെ ഓടുന്നുണ്ടായിരുന്നു. കുറേ ദൂരം ഇങ്ങനെ ഓടി ഓടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരുമായിട്ടൊക്കെ അവൻ കമ്പനിയായി. നല്ല രസമായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് ഒരു ഐസ്ക്രീം കഴിക്കാൻ കേട്ടോ. മിൽമയുടെ ഐസ്ക്രീം ആണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചിട്ട് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു ഐസ്ക്രീം. എനിക്ക് ഒത്തിരി ഇഷ്ടമായി, അവന് ഇഷ്ടമായി. അവനങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ആസ്വദിച്ച് കഴിക്കുകയാണ്. വെറും 2 ഐസ്ക്രീമാണ് നമ്മൾ വാങ്ങിയത്. സ്ഥിരം അങ്ങനെ തന്നെയാണ് വാങ്ങാറ്. കാരണം അവന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് തീരത്തൊന്നുമില്ല. എനിക്ക് വേണ്ടി വാങ്ങുന്നതെന്ന് അവനും കഴിക്കും. അങ്ങനെ ചെയ്യാറ് കേട്ടോ.
അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചതേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലു മോളിലേക്കാണ് പോകുന്നത്. എന്തായാലും കോവളത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ലുലുവിലേക്കും പോകാറുണ്ട്. സാധനങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിൽ ലുലുവിൽ കയറാൻ മോന് ഭയങ്കര ഇഷ്ടമാണ്, ഇടയ്ക്കിടയ്ക്ക് പറയും. പക്ഷേ ഈ സമയത്ത് നമ്മൾ പോകുന്നതിന് ഇപ്പോൾ പോയതിന് മുന്നേ കുറേ മുന്നേ ആയിരുന്നു കേട്ടോ പിന്നെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ലുലുവിൽ പോയിട്ട് ഒത്തിരി നാളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും വീണ്ടും ലുലുവിൽ പോകണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിതേ ലുലുവിൽ പോകാൻ തീരുമാനിച്ചു. എയർപോർട്ടൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അതൊക്കെയാണ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഇതേ ലുലുവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ലുലു എത്താറായി കേട്ടോ. അങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോഴേ ലുലു മോൾ ഇവിടെ നിന്നൊക്കെ മനസ്സിലാക്കി കേട്ടോ. അങ്ങനെ ബൈനോക്കുലറൊക്കെ വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ലുലു മോൾ. അങ്ങനെ അവൻ ഭയങ്കര സന്തോഷമായി ലുലുവിലോട്ട് നമ്മൾ പോകുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും. അങ്ങനെ ലുലുവിൽ കയറിയിട്ട് അവനാണെങ്കിൽ ഒരു ബുക്ക് പോലത്തെ ഒരു സംഭവം നമ്മൾ വാങ്ങിയിട്ട് കുഞ്ഞിങ്ങനെ കുഞ്ഞു പിള്ളേർക്കുള്ള ബോർഡ് ബുക്ക്, ചെറിയ ബോർഡ് ബുക്ക് വാങ്ങിയിരുന്നു. ഇതെന്തുവാ? ലെമൺ. എന്തുവാ? മങ്കി. ഇതെന്തുവാ? നെറ്റ്. ഫിഷ് പിടിക്കണേ. ഇതെന്തുവാ? സവാള. ഒനിയൻ. അതെന്തുവാ? പാരറ്റ്. ഇതെന്തുവാ? ക്വെയിൽ. എന്തുവാ? ഇതെന്തുവാ? റാബിറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കഴിക്കേണ്ട പോയി. അപ്പോഴത്തേക്ക് ഇത് പാരഗൺ എന്ന് പറയുന്ന ആ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്ത സമയമായിരുന്നു കേട്ടോ. നമ്മളിതേ ഇതൊക്കെയാണ് വാങ്ങിയത്. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് സംഭവങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കഴിക്കാനായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. എന്തൊക്കെയോ വാങ്ങി. എന്തുവായിരുന്നു? ഒന്ന് മറ്റേ കുഴിമന്തി, പിന്നെ വേറെ എന്തൊക്കെ കപ്പയായിരുന്നു തോന്നുന്നു കേട്ടോ വാങ്ങിയത്. ഓർക്കുന്നില്ല, കുറേ ആയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ്. വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.